മാത്രമല്ല മെത്രാച്ചന്മാർക്കും അത് ബാധകമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും പല ചിന്തകളും ഉള്ളത് കൊണ്ട് അത് സാധിക്കാതെ വരുവാൻ ഇടയുണ്ട്. എന്നാൽ അവിടെയൊക്കെ നാം ആ വെല്ലുവിളിയെ നേരിടുന്നത് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവത്തിന്റെ പക്കൽ സമർപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് പട്ടമേൽക്കുന്ന ഈ ശമാശനം തൻ്റെ ജീവിതത്തിലുള്ള വെല്ലുവിളി സ്വീകരിക്കത്തക്കവണ്ണം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ബന്ധപ്പെടുന്നു. ശിക്ഷണം ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജീവിതം അതെപ്പോഴും പരാജയമാണ്. ഇഷ്ടം പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും ഉള്ള അനുഭവം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും. നമ്മുടെ കർത്താവായ യേശുമിശിഹായ എൻ്റെ സഹോദരനും പരിശുദ്ധ മൂന്ന് സമൂഹങ്ങളുടെ സ്തുതിയുള്ള വിശ്വാസത്തെ സംബന്ധിയും ആത്മീയമാകുമേ നീ കേട്ട് തിരിച്ചറിയുക. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് ദിക്സാക്ഷിയായിരിക്കാനും ബഹുമാനപ്പെട്ടതും വിലയില്ലാത്തതുമായ ഈ നൽവരം നീ ശ്രേഷ്ഠമായ ഈ ദർഗായിക്ക് അയോഗ്യനായ എൻ്റെ ബലഹീനം മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുരവുമായ ദർഗായിക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത ദർഗായുടെ നൽവരത്തിന് നീ നിനക്ക് വിഹിതമായിരിക്കുന്ന ചൊവ്വുള്ള മാർഗം ഞാൻ നിന്നെ കാണിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദിക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം.